ഉത്തരം അറിയുന്നവർ പറയണ്ട, എന്റെ കൈ പൊതിച്ച് കാണിച്ചാൽ മൈക്ക് തരും, അന്നേരം അതാണ് ചെയ്യാം. ഓക്കെ, ചാടി കയറി പറയേണ്ട ആവശ്യം. അപ്പൊ ചോദ്യം ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അറിയില്ല, നിനക്ക് അറിയില്ല എന്താ, നിനക്കറിയില്ലല്ലോ. അപ്പോ സംഭവം ഇതാണ്, ഒരു സ്ത്രീ ഒരു സ്കൂട്ടറുമായിട്ട് റോഡിലൂടെ പോവാണ്. ഇപ്പൊ മഹിജ ഒരു സ്കൂട്ടർ എടുത്തിട്ട്, മഹിജയുടെ സ്കൂട്ടർ എടുത്തിട്ട് റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചു പോവാണ്. വണ്ടി അപ്പൊ ആ വണ്ടി ഒരു പ്രായമുള്ള ആൾക്കാർക്ക് തട്ടി. ഓക്കെ, തട്ടി, അയാള് മറിഞ്ഞു വീണു, പ്രശ്നമായി. പോലീസ് വന്നു. അപ്പം പോലീസ് ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു, ഇത് നിങ്ങളെ എന്താ ചെയ്യുന്നത്, ഇത് ഇപ്പം ഇതിവിടെ സെറ്റിൽ ചെയ്യുന്നതല്ല. രണ്ട് ചോദ്യം ചോദിച്ചു, ഒരു ചോദ്യമല്ല. നിങ്ങളുടെ പേരെന്താ ചോദിച്ചു, മഹിജയോട്. മഹിജ ഞാൻ വെറുതെ പറഞ്ഞാണ്, മഹിജ അല്ല, പേര് മഹിജ അല്ല, പേര് വേറെയാണ്. നിങ്ങളുടെ പേരെന്താണ്, ഇത് എന്താ ചെയ്യുന്നത്, ഈ സാധനം ഈ കേസാക്കണം, പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ മഹിജ അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു ഒറ്റ ആൻസർ പറഞ്ഞു. രണ്ടിനും കൂടിയുള്ള ഒറ്റ ആൻസറാണ്. അതായത് നിങ്ങളുടെ പേരെന്താണ്, ഇത് പോലീസ് സ്റ്റേഷനിൽ പോകണോ, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം. രണ്ട് ചോദ്യം ചോദിച്ചു. രണ്ടിനും കൂടി ആ സ്ത്രീ ഒറ്റ ആൻസറാണ് പറഞ്ഞത്. എന്താണ് ആൻസർ, എന്താണ്, അതാണ് ചോദ്യം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഒരു സ്കൂട്ടർ എടുത്ത് റോഡിലൂടെ പോകുന്നു, ഒരു പ്രായമുള്ള ആളെ തട്ടുന്നു, അയാൾ പറഞ്ഞു. പോലീസുകാരൻ ഡ്യൂട്ടിയിലുള്ള ആൾ വരുന്നു, അയാൾ രണ്ട് ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ പേരെന്താണ്, ഇത് സെറ്റിൽ ചെയ്യുന്നു അല്ലെങ്കിൽ കേസാക്കണം. രണ്ട് ചോദ്യം ചോദിച്ചു. രണ്ടിനും കൂടി ആ സ്ത്രീ പറഞ്ഞ ഉത്തരം ഒന്നേ ഉള്ളൂ, എന്താണ് ആ ആൻസർ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, സമ്മാനം ഉത്തരം പറയുന്നവർക്ക് നല്ലൊരു സമ്മാനമുണ്ട്. രണ്ട് ബാഗ് ചെറിയ രാവിലെ വന്നത് താടി മറ്റേ തൊപ്പിയില്ലാത്തുള്ളൂ, സാന്താക്ലോസ് വരുന്നവരെ വന്ന് കുറെ സാധനങ്ങൾ എടുത്തിട്ട് സമ്മാനപ്പെട്ടില്ല. ബാഗ് ചെറിയ സമ്മാനങ്ങളുണ്ട്. അത് കുറെ ഗെയിംസ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമെന്ന് അറിയിക്കാം, എന്നാലും ഉത്തരം അറിയുന്ന ആൾക്കാരൊന്ന് കൈവന്നിക്കാം. ടൈം നോക്കണം. ചോദ്യം മനസ്സിലായില്ല. താഴെ പോയിട്ട് മുകളിലോട്ട് കയറി വന്ന ആളുകൾക്കൊക്കെ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ, പറയേണ്ടതാണ്. ആരാണ് താഴെ പോയിട്ട് മേലേക്ക് വന്നത്? ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ആൻസർ അറിയുന്ന? ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇതിന് ചോദ്യത്തില്ലേ, ഉത്തരത്തിലല്ല. അനീസ് പറഞ്ഞ പോലെ ആണെങ്കിൽ ചോദ്യത്തിന് ലോജിക്കില്ല, ഉത്തരത്തിന് ലോജിക്കില്ല എന്ന് സമ്മതിക്കോ? ഉത്തരത്തിന് ലോജിക്കുണ്ട്. അല്ല, ഉത്തരം വളരെ കറക്റ്റ്. ഉത്തരം കേട്ടാൽ അതിന് മനസ്സിലാവും, അത് വളരെ ലോജിക്കുള്ള. ഒരേ ആൻസർ വരണമെന്നല്ലേ ഉള്ളൂ. പേരെന്താ, പേരെന്താണ്, അത് എങ്ങനെ ഇത് ചെയ്യുന്നു, സെറ്റ് ചെയ്ത്? അല്ല, അതൊരു ശരിയായ രീതി. നിങ്ങളെ ഏകദേശം അടുത്തെത്തുന്നുണ്ട്. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. കവി ഉദ്ദേശിച്ച ഉത്തരം കിട്ടണം. പേരും ആ സ്ത്രീയുടെ പേരും അങ്ങനെ ഒരു പേര് രമ്യത, രമ്യത എന്നൊക്കെ പേര് പറയും. അല്ല, അതെന്റെ ഇഷ്ടമല്ലേ, എന്റെ അങ്ങനെ പേരുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അത് കറക്റ്റ് അല്ലേ? ഞാൻ പറയാം. ആ കുട്ടി പറയുന്നു ഇതിന് കേസാക്കണം എന്ന ഉത്തരം. അത് ഉത്തരല്ലേ? എന്റെ പേര് കേസാക്കണം എന്നാണ് എന്നിട്ടുള്ളൂ. അത് നീ അത് അങ്ങനെ പറയരുത്. അങ്ങനെ ആരെങ്കിലും പേരിടുവോ? കേസാക്കണമെന്ന് ആരെങ്കിലും പേരുണ്ടാവോ? ഒരു കറക്റ്റായിട്ട് ഒരു ആൻസർ ഉണ്ട്. ആൻസർ കേട്ടാൽ എനിക്ക് മനസ്സിലാവും അത് കറക്റ്റ് ആണോ അല്ലയോ. അപ്പൊ നിങ്ങൾ തേങ്ങ കൊടുക്കും. തേങ്ങ കൊടുക്കണേ. ആർക്കും അറിയില്ല. ഷാജിക്കറിയാം. ഷാജേഷ് അറിയാം. മൈക്കിൽ പറ.
രഹസ്യമായിട്ട് പറഞ്ഞു, രഹസ്യമായിട്ട് പറഞ്ഞു. അപ്പോ ആർക്കും അറിയില്ലെങ്കിൽ ഉത്തരം സമ്മാനം എനിക്ക് തന്നെ കിട്ടുവേ. സമ്മാനം ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ രാവിലെ വണ്ടിയിൽ എടുത്തുകൊണ്ടുവന്ന സമ്മാനം ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരുത്തരുത്. ആർക്കും അറിയില്ല. ഇതെല്ലാം വിജേഷിന്റെ ആൻസർ ഉണ്ട്. യെസ്, കറക്റ്റ് ആൻസർ. കെ സുമതി. അതായത് കേസുമതി സമ്മാനം ഉടൻ സമ്മാനം. ഞാൻ പറഞ്ഞല്ലേ കേസ് മതിയല്ല, അത് വേറെ ഇത് ChatGPT-ന്റെ കയ്യില് കമ്പ്യൂട്ടറിന്റെ മാഷാണ്. പിന്നെ ഇവിടുന്ന് പറഞ്ഞു, അനീസും പറഞ്ഞു കേസുമായിട്ട് ബന്ധമുണ്ട്, അത് കണക്ട് ചെയ്യുന്നു. സമ്മാനത്തെ ഇല്ലേ വിളിച്ചു വെച്ചാൽ നല്ല നോക്കി എടുക്കണം. അപ്പൊ സമ്മാനം കൊടുക്കാൻ വേണ്ടി രേഖ എല്ലാവർക്കും ഒന്നും പണിയത് ഐഫോൺ പ്രോ. കുസൃതി ചോദ്യങ്ങളുടെ ആളുമായിട്ട് എനിക്കൊന്ന് കസറാക്കുള്ളി എന്ന പരിപാടിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നലെ ഞാൻ നമ്മുടെ സ്കൂളിൽ കലോത്സവ ഉദ്ഘാടനമായിരുന്നു. ദേവുട്ടി അവിടെ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടരുത്. അത് ചോദിച്ചിരിക്കാം. കുസൃതി ചോദ്യത്തിന് കേട്ട പറഞ്ഞാണ്. അങ്ങനെയുള്ള ആരുമായിട്ട് നമ്മളെ ഇടയ്ക്ക് പരിചയമുള്ള ആളാണ്.